ഹലോ എവറി വൺ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ള അസേഷൻ റീസൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഇവിടെ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഈ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ഓപ്ഷൻ സെയിം ആയിരിക്കും. ഓപ്ഷൻ 1 എന്ന് പറയുന്നത് എന്താണ്? അസേഷൻ ആൻഡ് റീസൺ ബോത്ത് ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസേഷൻ. ഓപ്ഷൻ 2 എന്ന് പറയുന്നത് അസേഷൻ ആൻഡ് റീസൺ ബോത്ത് ആർ ട്രൂ ബട്ട് റീസൺ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസേഷൻ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് അസേഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് റോങ്. ദെൻ ഓപ്ഷൻ 4 എന്ന് പറയുന്നത് എന്താണ്? അസേഷൻ ആൻഡ് റീസൺ ബോത്ത് ആർ റോങ്. ഓക്കെ, സോ ഓപ്ഷൻസ് കോമൺ ആയിരിക്കും എല്ലാ ക്വസ്റ്റ്യൻസിനും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. അസേഷൻ എന്ന് പറയുന്നത് ദി മെമ്പേഴ്സ് ഓഫ് ഫി ഓഫ് ഐസിയ വേരി ഇൻ കളർ ഫ്രം ഒലിവ് ഗ്രീൻ ടു വേരിയസ് ഷെയ്ഡ്സ് ഓഫ് ബ്രെയിൻ. റീസൺ എന്താണ്? കളർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് ലാമിനാരിൻ ഓർ മാനിറ്റോൾ പ്രസൻറ്റ് ഇൻ ഇറ്റ്. സോ ഇവിടെ ആൻസർ എന്തായിരിക്കും? നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആൻസർ നിങ്ങൾ എഴുതൂ. ഓക്കെ, സോ ഇവിടെ അസേഷൻ എന്ന് പറയുന്നത് മെമ്പേഴ്സ് ഓഫ് ഫി ഓഫ് ഐസിയ വേരി ഇൻ കളർ ഫ്രം ഒലിവ് ഗ്രീൻ ടു വേരിയസ് ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ. അത് നമുക്ക് കറക്റ്റാണ്, ശരിയല്ലേ? ഫി ഓഫ് ഐസി എന്ന് പറയുന്നത് എന്താണ്? ബ്രൗൺ ആൽഗയാണ്. അസേഷൻ കറക്റ്റാണ്. റീസൺ എന്താണ്? കളർ ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ എമൗണ്ട് ഓഫ് ലാമിനാരിൻ ഓർ മാനിറ്റോൾ. അത് ഇൻകറക്റ്റാണ്. കാരണം നമുക്കറിയാം ലാമിനാരിൻ മാനിറ്റോൾ എന്ന് പറയുന്നത് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഫോമാണല്ലോ. അവർക്ക് പിഗ്മെൻറ്റുമായിട്ട് അല്ലെങ്കിൽ കളറുമായിട്ട് ബന്ധമില്ല, റൈറ്റ്? സോ ഇവിടെ കളറിന് കാരണം എന്തായിരിക്കും? ഫ്യൂക്കോസാന്തിൻ ആയിരിക്കും. സോ റീസൺ എന്താണ്? റോങ് ആണ്. പക്ഷേ അസേഷൻ കറക്റ്റാണ്. ആൻസർ എന്തായിരിക്കും? അസേഷൻ ട്രൂ ആണ്, റീസൺ റോങ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. അസേഷൻ എന്ന് പറയുന്ന റോഡ് ഓഫ് ഐസിയ ആർ കോമൺലി കോൾഡ് റെഡ് ആൽഗി. റീസൺ predominance of the red pigment or phycoerythrin in the body of the members of rod of ICA. നല്ല ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്തായിരിക്കും? നിങ്ങളെല്ലാവരും പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആൻസർ ഒന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ഞാൻ എടുക്കാം. അസേഷൻ എന്ന് പറയുന്നത് റോഡ് ഓഫ് ഐസിയ ആർ കോമൺലി കോൾഡ് റെഡ് ആൽഗെ. വളരെ കറക്റ്റാണ്, ട്രൂ ആണ്. ദെൻ പ്രിഡോമിനൻസ് ഓഫ് ദി റെഡ് പിഗ്മെൻറ്റ് ആർ ഫൈക്കോഎരിത്രിൻ ഇൻ ദ ബോഡി ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് റോഡ് ഓഫ് ഐസിയ. അത് കറക്റ്റാണല്ലോ. നമ്മൾ റോഡ് ഓഫ് ഐസിയ അല്ലെങ്കിൽ റെഡ് ആൽഗെ എടുക്കുകയാണെങ്കിൽ അവരുടെ ബോഡിയിൽ എന്തുണ്ട്? ആർ ഫൈക്കോഎരിത്രിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ഉണ്ട്. അതും കറക്റ്റാണ്. സോ രണ്ടും കറക്റ്റാണെങ്കിൽ നമുക്ക് എയും ബിയും വരും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു വെദർ ഇറ്റ് ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ അല്ലേ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, ആദ്യം അസേഷൻ വായിക്കുക. അസേഷൻ വായിച്ചിട്ട് നിങ്ങൾ ബിക്കോസ് എന്ന് പറയാം, മൈൻഡിൽ ബിക്കോസ് എന്ന് പറയാം. എന്നിട്ട് റീസൺ വായിക്കുക. എന്നിട്ട് അത് കണക്റ്റ് ആവുന്നുണ്ടോ നോക്കുക. കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ എന്താണ് ആൻസർ? നമുക്ക് എ എന്നെടുക്കാം. സോ അസേഷൻ എന്ന് പറയുന്നത് എന്താണ്? റോഡ് ഓഫ് ഐസിയ അറിയപ്പെടുന്ന റെഡ് ആൽഗെ എന്നാണ്. എന്തുകൊണ്ട് അവർ അറിയപ്പെടുന്നത്? ബിക്കോസ് ഓഫ് ദി പ്രിഡോമിനൻസ് ഓഫ് റെഡ് പിഗ്മെൻറ്റ് ആർ ഫൈക്കോഎരിത്രിൻ ഇൻ ദ ബോഡി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് റോഡ് ഓഫ് ഐസിയ. റോഡ് ഓഫ് ഐസിയയിൽ ആർ ഫൈക്കോഎരിത്രിന് പ്രിഡോമിനൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ റോഡ് ഓഫ് ഐസിനെ എന്ത് വിളിക്കുന്നത്? റെഡ് ആൽഗെ എന്ന് വിളിക്കുന്നത്. സോ റെഡ് ആൽഗെ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ആർ ഫൈക്കോഎരിത്രിൻ, റൈറ്റ്? സോ ആൻസർ വിൽ ബി വാട്ട്? ഓപ്ഷൻ എ വിൽ ബി ദ ആൻസർ. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ എടുക്കാം. അസേഷൻ എന്ന് പറയുന്നത് ബ്രയോഫൈറ്റ്സ് ആർ ഓൾസോ കോൾഡ് ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം. റീസൺ എന്താണ്? ദേ ആർ ഫൗണ്ട് കോമൺലി ഇൻ മോയിസ്റ്റ് ഷെയ്ഡഡ് ഏരിയാസ് ഇൻ ദ ഹിൽസ്. നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? നിങ്ങൾ ആൻസർ ഒന്ന് ഗസ് ചെയ്യൂ. എന്നിട്ടൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ എഴുതൂ. ഞാൻ എടുക്കാം. അസേഷൻ എന്താണ്? ബ്രയോഫൈറ്റ്സ് ആർ ഓൾസോ കോൾഡ് ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം. വളരെ കറക്റ്റാണ്. റീസൺ എന്താണ്? ദേ ആർ ഫൗണ്ട് കോമൺലി ഇൻ മോയിസ്റ്റ് ഷെയ്ഡഡ് ഏരിയാസ് ഇൻ ദ ഹിൽസ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പക്ഷേ ഇതൊരു റീസൺ ആണോ? റീസൺ അല്ല. ബ്രയോഫൈറ്റ്സ് ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം എന്നറിയപ്പെടുന്നത് അവർ നമ്മുടെ ലാൻഡിലാണെങ്കിലും അവർ വാട്ടർ സെക്ഷൽ റീപ്രൊഡക്ഷൻ വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെന്ത് അറിയപ്പെടുന്നത്? ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം എന്ന് പറയുന്നത്. പക്ഷേ റീസൺ അതല്ലല്ലോ കൊടുത്തത്. റീസൺ എന്ന് പറയുന്നത് എന്താണ്? അവർ മോയിസ്റ്റ് ഷെയ്ഡഡ് ഏരിയയിൽ കാണുന്നു എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം എന്ന് വിളിക്കപ്പെടുന്നതിനുള്ള ഒരു കാരണമല്ല. ഓക്കെ, സോ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, പക്ഷേ ഇതൊരു റീസൺ അല്ല. ഈ അസേഷന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റീസൺ അല്ല. സോ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. സോ ഇവിടെ ആൻസർ എന്തായിരിക്കും? ആൻസർ എന്ന് പറയുന്നത് തേർഡ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആയിരിക്കും, റൈറ്റ്? രണ്ടും കറക്റ്റാണ്. ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ
ബട്ട് റീസൺ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. സോ നിങ്ങൾ വായിക്കുമ്പോൾ എങ്ങനെ വായിക്കുക? അസേർഷൻ വായിക്കാം, എന്നിട്ട് നോട്ട് ബിക്കോസ്, ബിക്കോസ് ആൻഡ് നോട്ട്, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കണക്ട് ആവുക, എന്നിട്ട് നോട്ട് ബിക്കോസ് എന്ന് വായിച്ചിട്ട് റീസൺ വായിക്കാം. ഇനി നമ്മൾ അസേർഷൻ വായിച്ച് ബിക്കോസ് എന്ന് പറയുമ്പോൾ ദെൻ റീസൺ വായിക്കുന്നതിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് അതൊരു കാരണമല്ല, നോട്ട് ബിക്കോസ്. ഓക്കെ, സോ ആൻസർ എന്താണ്? ഓപ്ഷൻ 3 ആണ്. നിങ്ങൾ അതുപോലെ ഈ ക്വസ്റ്റ്യൻസ്, അസേർഷൻ റീസൺ എന്ന് പറയുന്നത് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏറ്റവും കുറച്ച് ഡിഫിക്കൽട്ട് ലെവലാണ് അസേർഷൻ റീസൺ. ബട്ട് നിങ്ങളത് കണ്ടിന്യൂസ് ആയി ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അസേർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അസേർഷൻ എന്ന് പറയുന്നത് ദ പ്ലാന്റ് ബോഡി ഓഫ് ബ്രയോഫൈറ്റ്സ് ഇസ് മോർ ഡിഫറൻഷിയേറ്റഡ് ദാൻ ദാറ്റ് ഓഫ് ആൽഗി. റീസൺ എന്ന് പറയുന്നത് എന്താണ്? ദേ മേ പൊസസ് റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക് ഓർ സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ്. നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് നിങ്ങളുടെ ആൻസർ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യും. ഓക്കെ, സോ ഞാൻ ആൻസർ എടുക്കാം. അസേർഷൻ എന്ന് പറയുന്നത് എന്താണ്? ദി പ്ലാന്റ് ബോഡി ഓഫ് ദി അസേർഷൻ എന്ന് പറയുന്നത് എന്താണ്? അസേർഷൻ എന്ന് പറയുന്നത് ദ പ്ലാന്റ് ബോഡി ഓഫ് ദി ബ്രയോഫൈറ്റ്സ് ഇസ് മോർ ഡിഫറൻഷിയേറ്റഡ് ദാൻ ദാറ്റ് ഓഫ് ആൽഗി. അത് കറക്റ്റ് ആണല്ലോ, ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മുടെ ബ്രയോഫൈറ്റ്സിനെയും ആൽഗയെയും കമ്പയർ ചെയ്യുമ്പോൾ ബ്രയോഫൈറ്റ്സിൻ്റെ ബോഡി ആൽഗയെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഡിഫറൻഷിയേറ്റഡ് ആണ്. ഓക്കെ, ട്രൂ ആണ്. ദെൻ റീസൺ എന്താണ്? ദേ മേ പോസസ് റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക് ഓർ സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ്. അതും ശരിയാണ്. ബ്രയോഫൈറ്റ്സിൽ റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇനി ആൻസർ എന്തായിരിക്കും? സോ നമ്മൾ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും റിമൂവ് ചെയ്തു. ഇനി ഓപ്ഷൻ എ ആണോ ബി ആണോ? അതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു റീസൺ ആണോ അസേർഷൻ? സോ ഇതൊരു റീസൺ ആണ് ആക്ച്വലി. കാരണം പ്ലാന്റ് ബോഡി, ബ്രയോഫൈറ്റ്സിൻ്റെ പ്ലാന്റ് ബോഡി ആൽഗയെ കമ്പയർ ചെയ്യുമ്പോൾ മോർ ഡിഫറൻഷിയേറ്റഡ് ആണ്. അതിനുള്ള കാരണം എന്താണ്? ബ്രയോഫൈറ്റ്സിൽ റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക്, സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ് പ്രസൻ്റ് ആണ്. നിങ്ങൾ ആൽഗെ എടുക്കുകയാണെങ്കിൽ അവരുടെ ബോഡി എന്ന് പറയുന്നത് താലസ് ആണ്, അൺഡിഫറൻഷിയേറ്റഡ് സ്ട്രക്ചേഴ്സ് ആണ്. പക്ഷേ ബ്രയോഫൈറ്റ്സിൽ എന്തുണ്ട്? റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക്, സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അവർക്ക് ട്രൂ റൂട്ട്, ലീഫ് ആൻഡ് സ്റ്റെം ഒന്നും ഇല്ല. ട്രൂ ആയിട്ടുള്ള റൂട്ടും ലീഫും സ്റ്റെമ്മും ഇല്ല. ഇതെല്ലാം ഉള്ളത് എവിടെയാണ്? നെക്സ്റ്റ് ഗ്രൂപ്പായിട്ടുള്ള ടെറിഡോഫൈറ്റിലാണ്. പക്ഷേ എന്തുതന്നെയാണെങ്കിലും അവർക്ക് എന്തുണ്ട്? റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക്, സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. എവിടെ? ബ്രയോഫൈറ്റ്സിൽ. പക്ഷെ നിങ്ങൾ ആൽഗെ എടുക്കുകയാണെങ്കിൽ അതുമില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രയോഫൈറ്റ്സ് ആൽഗയെക്കാളും ഡിഫറൻഷിയേറ്റഡ് ആണ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക് ഓർ സ്റ്റെം ലൈക്ക് സ്ട്രക്ചേഴ്സ്. സോ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ ആണോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. അസേർഷൻ എന്ന് പറയുന്നത് എന്താ? മോസസ് ആർ ഓഫ് ഗ്രേറ്റ് ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്. റീസൺ എന്ന് പറയുന്നത് എന്താ? മോസസ് അലോങ് വിത്ത് ലൈക്കൺസ് ആർ ദ ഫസ്റ്റ് ഓർഗാനിസം ടു കോളനൈസ് റോക്സ് ആൻഡ് ഹെൻസ് ദേ ഡികമ്പോസ് റോക്സ്, മേക്കിംഗ് ദ സബ്സ്ട്രേറ്റ് സ്യൂട്ടബിൾ ഫോർ ഗ്രോത്ത് ഓഫ് ഹയർ പ്ലാന്റ്സ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, എന്തായിരിക്കും ആൻസർ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഞാൻ അസേർഷൻ എടുക്കാം. ഞാൻ ക്വസ്റ്റ്യൻ എടുക്കാം. അസേർഷൻ എന്ന് പറയുന്നത് മോസസ് ആർ ഓഫ് ഗ്രേറ്റ് ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ്. ട്രൂ ആണ്. നിങ്ങളുടെ NCERT എന്നുള്ള ഒരു ലൈനാണ്. ട്രൂ ആണിത്, കറക്റ്റാണ്. ദെൻ റീസൺ എന്താണ്? മോസസ് അലോങ് വിത്ത് ലൈക്കൺസ് ആർ ദ ഫസ്റ്റ് ഓർഗാനിസംസ് ടു കോളനൈസ് റോക്സ് ആൻഡ് ഹെൻസ് ദ ഡികമ്പോസ് റോക്സ്, മേക്കിംഗ് ദി സബ്സ്ട്രേറ്റ് സ്യൂട്ടബിൾ ഫോർ ഗ്രോത്ത് ഓഫ് ഹയർ പ്ലാന്റ്. അതും ശരിയാണല്ലോ. മോസസ് ലൈക്കൺ ഇവരാണ് റോക്കിൽ വരുന്ന ഫസ്റ്റ് ഓർഗാനിസംസ്. അവർ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ റോക്ക് ഡീകമ്പോസ് ചെയ്തിട്ട് അത് സോയിൽ ഫോം ചെയ്യും. അതുവഴി പ്ലാന്റ്സ് വളരാൻ സഹായിക്കുന്നുണ്ട്. നൗ സോ ഓപ്ഷൻ എ ഓർ ബി, ഇതാണ് ആൻസർ. ഇനി ഇതൊരു ഏതായിരിക്കും? എ ആണോ ബി ആണോ? ഇത് ആൻസർ എന്ന് പറയുന്നത് എ ആയിരിക്കും. കാരണം അസേർഷൻ എന്താണ്? മോസസിന് വളരെയധികം ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെ പറയാൻ കാരണം എന്താ? മോസസ് റോക്സിൽ ഫോം ചെയ്യുന്ന ഫസ്റ്റ് വരുന്ന ഒരു ഓർഗാനിസമാണ്. ആരോടൊപ്പം? ലൈക്കണോടൊപ്പം. ഒപ്പം ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഈ മോസസ് കല്ലുകൾ ഡീകമ്പോസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുവഴി സോയിൽ ഫോം ചെയ്യും. അതുവഴി പ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? മോസസിന് വളരെയധികം ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ഇവർ ചെയ്യുന്ന കാര്യം കൊണ്ടാണ്. സോ ആൻസർ എന്താണ്?
ഓപ്ഷൻ എ ആയിരിക്കും. ഇതൊരു റീസൺ ആണ്. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ വാട്ട് അസേർഷൻ. ഓക്കെ, സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 1. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് assertion. Evolutionarily, mosses are the first terrestrial plants to possess vascular tissues. റീസൺ എന്ന് പറയുന്നത് എന്താ? മോസസ് പൊസസ് വാസ്കുലാർ ടിഷ്യൂ, സൈലം ആൻഡ് ഫ്ലോയം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കൂ. ഓക്കെ, ഞാൻ എടുക്കാം, ഞാൻ ആൻസർ പറയാം. അസേർഷൻ എന്ന് പറയുന്നത് മോസസ് ആണ്. എവല്യൂഷൻ വെച്ച് നോക്കുമ്പോൾ മോസസ് ആണ് ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്. അവരെന്ത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്? വാസ്കുലാർ ടിഷ്യൂസ് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അത് അബ്സല്യൂട്ട്ലി റോങ് ആണല്ലോ. കാരണം വാസ്കുലാർ ടിഷ്യൂസ് ആയിട്ടുള്ള സൈലം, ഫ്ലോയം ഇതാദ്യം കാണുന്നത് എവിടെയാണ്? ടെറിഡോഫൈറ്റിലാണ്. കറക്റ്റ് ആണല്ലോ. സൈലവും ഫ്ലോയും, അതായത് വാസ്കുലാർ ടിഷ്യൂസ് ആയിട്ടുള്ള സൈലവും ഫ്ലോയവും കാണുന്നത് എവിടെയാണ്? ടെറിഡോഫൈറ്റിലാണ്. മോസസിൽ എന്തില്ല? വാസ്കുലാർ ടിഷ്യൂസ് ഇല്ല. സോ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. റീസൺ എന്താണ്? മോസസ് പോസസ് വാസ്കുലാർ ടിഷ്യൂസ്, സൈലം ആൻഡ് ഫ്ലോയം. അബ്സല്യൂട്ട്ലി റോങ്. മോസസ് എന്ന് പറയുന്നത് ബ്രയോഫൈറ്റ് ആണ്. ബ്രയോഫൈറ്റ്സിൽ എന്തില്ല? വാസ്കുലാർ ടിഷ്യൂസ് ആയിട്ടുള്ള സൈലവും ഫ്ലോയോ ഇല്ല. സോ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ഫോൾസ്. ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും. റൈറ്റ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. In bryophytes, the dominant phase in the life cycle is the gametophytic plant body. Reason എന്താണ്? In pteridophytes, the main plant body is a sporophyte which is differentiated into true, root, stem and leaves. ഇവിടെ അസേർഷൻ പറയുന്നത് ബ്രയോഫൈറ്റ്സിലെ ഡോമിനന്റ് ഫേസ് എന്താണ്? ഗെമറ്റോഫൈറ്റ് ആണ്. വളരെ അബ്സല്യൂട്ട്ലി ട്രൂ ആണ്. കറക്റ്റ് ആണല്ലോ. ഇനി റീസൺ എന്താണ് പറയുന്നത്? ടെറിഡോഫൈറ്റിലെ മെയിൻ പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് ആണ്. അതുപോലെ ഈ സ്പോറോഫൈറ്റ് എന്തായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്? ട്രൂ റൂട്ട്, ട്രൂ സ്റ്റെം ആൻഡ് ട്രൂ ലീവ്സ് ഇതായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും കറക്റ്റാണ്. സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. പക്ഷേ അപ്പോൾ ആൻസർ എ ആണോ ബി ആണോ? ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി ആയിരിക്കും. കാരണം അവർ തമ്മിലൊരു ബന്ധമില്ല, രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. സോ ഇവിടെ ആൻസർ എന്തായിരിക്കും? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും. രണ്ടും കറക്റ്റാണ്, പക്ഷെ അവർ തമ്മിലൊരു ബന്ധമല്ല. ഇവിടെ എന്ത് പറയുന്നു? ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് പറയുന്നു. ബ്രയോഫൈറ്റ്സിൻ്റെ ഡോമിനൻറ്റ് ഫേസ് ഗെമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി ആണെന്ന് പറയുന്നു. അതൊന്ന്. റീസൺ എന്താണ്? ടെറിഡോഫൈറ്റിൽ മെയിൻ പ്ലാന്റ് ബോഡി എന്താണ്? സ്പോറോഫൈറ്റ് ആണെന്ന് പറയുന്നു. അത് രണ്ട് കാര്യങ്ങളാണല്ലോ, അവർ തമ്മിലൊരു ബന്ധമല്ല. സോ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ, ബട്ട് റീസൺ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ അസേർഷൻ. സോ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. സോ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യാം. കമൻറ്റിൽ നിങ്ങളൊന്ന് ആക്റ്റീവ് ആകും. ഓക്കെ. സോ അതുപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടെല്ലാം ഷെയർ ചെയ്യുക. സോ അങ്ങനെ മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരുപാട് പേരിലോട്ട് എത്തും. ഓക്കെ. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ നീറ്റ് എക്സാം. ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്ത് സജഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ അതിനനുസരിച്ച് ഞാനൊന്ന് മോട്ടിവേറ്റഡ് ആവും, ഞാനും കൂടുതൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.